ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ എന്താ അവിടെ കാണിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതെന്താ ഇപ്പോൾ ഈ സ്വിച്ച് ബോർഡ് കാണിക്കണമെന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ബോർഡുമ്മേൽ ഈ അഴുക്കൊക്കെ എങ്ങനെ നമുക്ക് കളയാമെന്നുള്ളൊരു ട്രിക്കാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലൊരു പാത്രം വേണം, പിന്നെ കോൾഗേറ്റ്, പിന്നെ വിനാഗിരി. ഇത് മൂന്നാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതും കൂടെ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ബൗളെടുക്കുക, അതിലേക്ക് ഇതുപോലെ കോൾഗേറ്റ് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൾഗേറ്റും വിനാഗിരിയും ഒന്നും വീട്ടിലില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് നല്ല ക്ലീൻ ആക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇതിൽ ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി എന്നതിൻ്റെ ശേഷം ഇതുപോലെ ഒരു ടർക്കി എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നന്നായിട്ട് യോജിപ്പിക്കണത് നല്ല മുക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മളെ സ്വിച്ച് ബോർഡുമൊക്കെ പോവാം. എന്താ സ്വിച്ച് ബോർഡിൻ്റെ കളറ് കണ്ടില്ലേ? ഇത് അടുക്കളയിലുള്ള സ്വിച്ച് ബോർഡാണ് കേട്ടോ. അതാണ് ഇതിൽ ഇത്ര ആൾക്ക് വന്നിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇതേപോലെ ഒരു ടർക്കി എടുക്കുക. ഇനിയിപ്പോൾ കോട്ടൻ്റെ തുണിയായാലും കുഴപ്പമില്ല, അതിലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകി തുടച്ച് കൊടുക്കുക. കണ്ടോ, നിങ്ങൾ അതിൻ്റെ മാറ്റങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് എത്രത്തോളം ഇതാണെന്നുള്ളത്. ഇതുപോലെ നല്ല തുടച്ച് നല്ല ക്ലീനാക്കി കൊടുക്കുക. ആ സ്വിച്ചിൻ്റെ ആ ഭാഗത്തും ഒക്കെ ഉണ്ടാവും ഇതുപോലെ. അപ്പോൾ അത് നമുക്ക് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ക്യാപ്പിലൊക്കെ ഉള്ളതൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് എടുത്തിട്ട് അതാക്കി കൊടുത്താലും മതി. പിന്നെ ഈ ചുമരുമ്മലും എപ്പോഴും നമ്മളെ കൈ ഈ അടുക്കളത്തെ സ്വിച്ച് ആകുമ്പോൾ ഈ കൈയും പുകയൊക്കെ വന്നിട്ടുള്ള അതും ഉണ്ടാവും. പിന്നെ നമ്മളെ കൈ നമ്മളെപ്പോഴും നല്ല വൃത്തിയിലാവില്ലല്ലോ, നമ്മൾ അടുക്കളത് പണിയെടുക്കണതിൻ്റെ ഇടയിലൊക്കെ സ്വിച്ച് ഇടുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വൃത്തിയോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴൊന്നും എല്ലാവർക്കും ഇതുപോലെ വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇതാണ്. അതിന്മേൽ ചുമരുമ്മലുള്ള അഴുക്ക്, അതുപോലെ നമ്മളെ ഈ പിന്നെ കുട്ടികൾ വരച്ചിട്ടതൊക്കെ ഉണ്ടാവുമല്ലോ ചുമരുമ്മേൽ, പെന്നുകൊണ്ടും പെൻസിലേറ്റൊക്കെ. കുട്ടികളുടെ സ്ലേറ്റൊക്കെ നമ്മളെ ചുമരാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പിന്നെ വൃത്തിയാവുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. അതാ നല്ല അഴുക്കൊക്കെ പോയി നല്ല ക്ലീനാക്കി എടുക്കുക. അപ്പോൾ ഇനിയാണ് നമുക്ക് അടുത്ത ഐഡിയ. ഇതുപോലെ ബ്രഷ് എടുക്കുക. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ബ്രഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ക്യാപ്പിലൊക്കെ ഉള്ള ആ അഴുക്കൊക്കെ കളയാൻ നമ്മൾ പഴയ ഒരു ബ്രഷ് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ ഇടയിലുള്ളതൊക്കെ നമുക്ക് പോരുന്നത് കാണാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇതായി കൊടുക്കുക. സ്വിച്ച് ബോർഡ്, ആദ്യത്തെ സ്വിച്ച് ബോർഡും ഇപ്പോഴത്തെ സ്വിച്ച് ബോർഡിൻ്റെയും കൂടെ കളർ നിങ്ങൾക്ക് ഇതിൽ തന്നെ മാറ്റം കാണാം. പിന്നെ ഇതുപോലെ ഞാൻ വേറെ ഒരു ഇതുമ്മലും കൂടി ചെയ്യുന്നുണ്ട്. നല്ല അഴുക്ക് പിടിച്ച ഒരു സ്വിച്ച് ബോർഡും കൂടെ ഉണ്ടായിരുന്നു. അതും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതാ ഞാനത് ചെയ്യണതിൻ്റെ ഇടയിൽ എൻ്റെ കൈ തട്ടിയിട്ട് സ്വിച്ച് ഒന്ന് ഓഫായി പോയി. അതാണ് ലൈറ്റ് പോയത്. ഇനി ഇതുപോലെ നല്ലൊരു ടർക്കി എടുത്തിട്ട്, ഉണങ്ങിയ ടർക്കി എടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക. കണ്ടോ, എന്തുപോലെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. നല്ല അഴുക്ക് പിടിച്ചതല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഇത് ഈ സ്വിച്ച് ബോർഡ് മാത്രമല്ല, പിന്നെ അതുമാതിരി ചുമരുമ്മലും ഇതുപോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് കാണാം. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ നമ്മളെ വീഡിയോ. ഇതിൻ്റെ കൂടെ ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല നല്ല ഐഡിയാസുമായിട്ട് പിന്നെ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ നമുക്ക് നല്ല ഐഡിയാസുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ, ബൈ.